ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന്റെ ലോറി കണ്ടെത്തി. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്ന് 71 ദിവസമാണ് കരയിൽ നിന്ന് 65 മീറ്റർ അകലെ നിന്ന് ലോറി കണ്ടെത്തുന്നത്. പോയിന്റ് 2 നടത്തിയ തിരച്ചിലാണ് 12 മീറ്റർ ആഴത്തിൽ നിന്നും ലോറി ഉയർത്തിയെടുത്തത്. ലോറിക്കകത്തുണ്ടായിരുന്ന മൃതദേഹം പുറത്തെടുത്തു. ജൂലൈ 16 രാവിലെയാണ് ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അർജുൻ അടക്കം 11 പേരെ കാണാതായത്. 8 പേരുടെ മൃതദേഹം ലഭിച്ചെങ്കിലും അർജുനെയും ഷിരൂർ സ്വദേശി ജഗന്നാഥ്, ഗംഗേക്കൊല്ല സ്വദേശി ലോകേഷ് എന്നിവരെയും കണ്ടെത്താനായിരുന്നില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പ്രതികൂല കാലാവസ്ഥയും പുഴയിൽ നിന്നും മണ്ണ് നീക്കാനും സാധിക്കാതെ വന്നതിനാലും തിരച്ചിൽ ദിവസങ്ങളോളം അനിശ്ചിതത്വത്തിലായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഓഗസ്റ്റ് 16 ഷിരൂരിലെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട തിരച്ചിലിന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതോടെയാണ് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ നടത്തിയത്. 3ാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹ ഭാഗം അധികൃതർ പുറത്തെടുത്തിട്ടുണ്ട്. ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് നടത്തിയിരുന്നത്. ഐബോർഡ് പരിശോധനയിൽ GPS സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണിത്. നാവികസേനയുടെ സംഘമടക്കമാണ് ദൗത്യത്തിനുണ്ടായിരുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയായിരുന്നു തിരച്ചിൽ. CP2 മേഖലയിൽ നിന്നാണ് അർജുന്റെ ലോറി കണ്ടെടുത്തതെന്നാണ് വിവരം. മണ്ണിടിച്ചിലുണ്ടായി ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും പരാതി ഉയർന്നതോടെ കേരള സർക്കാർ അടക്കം സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് കർണാടക സർക്കാരും പോലീസും അടക്കം ഊർജിതമായി രംഗത്തിറങ്ങിയത്. അതിനിടെ കനത്ത മഴയും തിരച്ചിൽ നിർത്താനുള്ള തീരുമാനങ്ങളുമൊക്കെ പ്രതിസന്ധികളായി. ഡ്രോണും ഡ്രഡ്ജറും അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ഫലമുണ്ടാകാതെ വന്നതോടെ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമാകുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. തിരച്ചിലിനെത്തിയ ഈശ്വർ മാൽപെ അധികൃതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരച്ചിൽ നിർത്തി മടങ്ങുകയായിരുന്നു. ഒടുവിൽ 72ാം ദിവസം പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത്.